ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിലെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവന്തികയുടെ കള്ളത്തലുകൾ മുഴുവൻ പൊളിയാണ് കേട്ടോ. അവന്തിക അവിടെ നല്ല പിള്ള ചമഞ്ഞ് നിന്ന് അനിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതോടൊപ്പം ജ്വല്ലറിക്കാർക്ക് വേണ്ടിയിട്ടും അതുപോലെ നാഗേന്ദ്രയുടെ ഒപ്പം നിന്ന് അനന്തപുരിയെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് നമ്മുടെ നവ്യയ്ക്ക് കുറേയൊക്കെ കാര്യങ്ങൾ പിടികിട്ടിയിരിക്കുകയാണ് കേട്ടോ. നന്ദുവിനോട് ജ്വല്ലറിക്ക് ശത്രു ഉണ്ടെന്നും ജ്വല്ലറിയുടെ ഭാഗമായിട്ട് നിന്ന് നന്ദുവിനെ വകവരുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും ഒക്കെ ഉള്ള കാര്യം മനസ്സിലാക്കുന്ന നവ്യ നന്ദുവിനെ രക്ഷിക്കാനായിട്ട് ആദർശിനെ അറിയിക്കുകയാണ് ആ വിവരങ്ങൾ. അതേസമയം നന്ദുവിനെ കൊല്ലാൻ വേണ്ടി അവർ നിൽക്കുക. അതിനൊക്കെ ശേഷം നമ്മുടെ അവന്തികയുടെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയാണ് നവ്യ. സത്യങ്ങളെല്ലാം എല്ലാവരെയും അറിയിക്കുകയാണ്, ജാനകിയും ദേവയാനിയും ഒക്കെ. അതോടുകൂടി അവന്തികയുടെ ചീട്ട് കീറുകയാണ് കേട്ടോ. ജാനകിയാണെങ്കിൽ നമ്പർ 1 ആയിട്ട് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് നീ ചെയ്തതാണ് ഇതൊക്കെ അല്ലേ? അവനോടല്ലായിരുന്നു നിനക്ക് സ്നേഹം, അവൻ്റെ പണത്തോടായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ച് ജാനകിയും ദേവയാനിയൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നന്ദുവിനെ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ നാഗേന്ദ്രയുടെ ആൾക്കാർ. അതിനുശേഷം നന്ദുവിനെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്, കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിൻ്റെ കാലനാണ് ഞങ്ങൾ, നിന്നെ വക വരുത്താൻ വേണ്ടി വന്നിരിക്കുന്നതാണ്, ഇനി നിനക്ക് വലിയ ആയുസ്സൊന്നുമില്ല, അതുകൊണ്ട് നീ അവിടെ കിടന്ന് പിടയ്ക്കൊന്നും വേണ്ട എന്നൊക്കെ പറയാണ്. അങ്ങനെ അയാൾ നന്ദുവിനെ കൊല്ലാൻ പോകും. അപ്പം നന്ദു പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ അനാവശ്യ കാര്യങ്ങളൊന്നും ചെയ്യരുത്, ഇതിൻ്റെ പരിണത ഫലങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ അവർ പറയുക, എന്ത് പരിണത ഫലം? ഞങ്ങളുടെ ബോസ് ഞങ്ങളോട് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, ആരാ നിങ്ങളുടെ ബോസ്? ആർക്കാ എന്നോട് ഇത്രയും ശത്രുത എന്ന് ചോദിക്കുക. അപ്പം പറയുന്നുണ്ട്, ഞങ്ങളുടെ ബോസൊക്കെ മറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളുടെ ബോസ് പുറകിൽ നിന്നുകൊണ്ട് ഞങ്ങളാണ് കാര്യങ്ങൾ നടത്തുന്നത്, അതുകൊണ്ട് നീ ചാകാൻ വേണ്ടി റെഡി ആയിക്കോളാൻ പറയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ആദർശിനെ വിവരങ്ങളൊക്കെ അറിയിച്ചിരിക്കുകയാണല്ലോ നവ്യ. അതനുസരിച്ച് ആദർശ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ആദർശ് പോലീസിൽ അറിയിക്കുന്നുണ്ട് ഇതുപോലെ നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ അനിയെ വിളിക്കുകയാണ്. അപ്പോൾ അനിയും നന്ദുവിനെ കാണാതെ നന്ദുവിനെ കൊണ്ടുപോയി ആകെ ടെൻഷനിലാണ് കേട്ടോ. അപ്പോൾ അനിയോട് പറയുന്നുണ്ട്, നന്ദുവിനെ ഇങ്ങനെ കുറച്ച് പേര് കൂടി തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, ഇന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്, കൊല്ലാൻ വേണ്ടിയിട്ടാണ് തട്ടിക്കൊണ്ട് പോകുന്നതെന്നൊക്കെ ഉള്ള കാര്യം ആദർശ് അറിയിക്കുമ്പോൾ അനിയും കൂടെ കൂടുകയാണ്. അങ്ങനെ ആദർശും അനിയും അതോടൊപ്പം കുറച്ച് പോലീസുകാരും കൂടി അന്വേഷിച്ച് വരികയാണ്. അങ്ങനെ നവ്യ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഇന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവരത് അന്വേഷിച്ച് പെറുക്കി എത്തുകയാണ്. ലൊക്കേഷനൊക്കെ നോക്കി പെട്ടെന്ന് തന്നെ ഫോണൊക്കെ സെർച്ച് ചെയ്ത് എങ്ങനെയും നന്ദുവിനെ കണ്ടെത്തണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. അപ്പോൾ സേവിയറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമൊക്കെ നന്ദുവിൻ്റെ ഫോണൊക്കെ ട്രാക്ക് ചെയ്ത് അങ്ങനെ എത്തുന്നുണ്ട് നന്ദു എവിടെയാണെന്നുള്ള ആ ലൊക്കേഷനിലേക്ക്. കറക്റ്റ് അവർ ആ വടിവാൾ വീശി നന്ദുവിനെ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഒരാൾ വന്നത് തടയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരാണെന്ന് നോക്കുമ്പം പെട്ടെന്ന് നോക്കുമ്പോഴേക്കും അത് അനിയും ആദർശും ഒക്കെയാണ്, കൂടെ കുറേ പോലീസുകാരുണ്ട്. അപ്പോൾ ഈ ഗുണ്ടകളെല്ലാം കൂടെ ആ പെട്ടുപോയ അവസ്ഥയാണ്. അങ്ങനെ നന്ദുവിനെ അഴിച്ചു വിടുകയാണ് അനി. അങ്ങനെ നന്ദുവും മറ്റുള്ളവരും എല്ലാവരും ചേർന്നിട്ട് ഈ ഗുണ്ടകളെ വകവരുത്തുന്നതെന്ന് പറഞ്ഞാൽ അടിച്ച് ശരിക്ക് ഷേപ്പ് മാറ്റുകയാണ്. അപ്പോൾ അവന്മാർ ചോദിക്കുന്നുണ്ട്, ആരാടാ നിൻ്റെയൊക്കെ പുറകിൽ ആരാടാ ഉള്ളത്, എന്താടാ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതിൻ്റെയൊക്കെ പിറകിൽ ഞങ്ങളുടെ ബോസാണ് ഉള്ളത്, ആരാണെന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാം. എല്ലാവരോടും നല്ലത് കൊടുക്കുകയാണ്. പോലീസ് ഉമാരെ എല്ലാം കസ്റ്റഡിയിൽ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവരെ കൊണ്ടുപോവുകയും നന്ദു രക്ഷപ്പെടുകയും ചെയ്യാണ്. അങ്ങനെ അനി നന്ദുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നന്ദു എന്തൊരു കഷ്ടമായിപ്പോയി, ഇങ്ങനെ സമയത്ത് ഞാൻ വല്ലാതായിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, അനി സാരില്ല, നീ എൻ്റെ ശത്രുക്കൾ ചുറ്റും ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ, അതിൻ്റെ ഫലമായിട്ടാണ് ഇത് മറ്റാരുമല്ല, ആ ജ്വല്ലറിയിലെ ഡേവിഡ് ചെയ്യിച്ചതായിരിക്കും, കാരണം അയാളുടെ ശത്രുവാണ് ഞാൻ. അന്ന് അയാളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടപ്പോൾ തന്നെ അയാൾ പറഞ്ഞിരുന്നു ഇതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നുള്ള കാര്യം. എന്നിട്ടിപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൂട്ടാനായിട്ട് അയാൾ അകത്ത് കിടക്കുമ്പം അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഇതിൻ്റെ പുറകിൽ മറ്റാരോ ഉണ്ടെന്ന്. അപ്പോൾ ആദർശം പറയും, ശരിയാണെന്നോ, ഇതിൻ്റെ പുറകിൽ മറ്റാരോ ഉണ്ട്, ഇവന്മാരെ ചോദ്യം ചെയ്താലൊന്നും അത് കിട്ടാൻ പോകുന്നില്ല, ആ മറിഞ്ഞിരിക്കുന്ന ആൾ ആരാണെന്നാണ് നമുക്ക് അറിയേണ്ടതെന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടനെ ഈ വിവരം അറിയിച്ചത് എന്നെ തട്ടിക്കൊണ്ട് വന്നെന്നും അതുപോലെ തന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ കൊണ്ടുവന്നെന്നും ഒക്കെ ഉള്ള കാര്യം ആദർശേട്ടൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് അറിഞ്ഞത്? കറക്റ്റ് സമയത്ത് നിങ്ങൾ എത്തിയില്ലായിരുന്നെങ്കിൽ അവന്മാർ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ കൊണ്ടുവന്നതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ബോസ്. അതാണ് അവരോട് ആവശ്യപ്പെട്ടത്. ഞാൻ ഡേവിഡിനെ അറസ്റ്റ് ചെയ്തതും ജ്വല്ലറിയിലെ കള്ളസ്വർണം പിടിച്ചതും മാത്രമല്ല, വേറെന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അതെന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
അപ്പോൾ അവരെ ബാധിക്കുന്ന മറ്റെന്തോ കാര്യമുണ്ടല്ലോ ആദർശേട്ടാ എന്ന് പറയാം. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, ശരിയാ, ഇതിൻ്റെയൊക്കെ പുറകിൽ വേറെ ആരോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ജ്വല്ലറിക്ക് പുറകിൽ വേറെ ആരോ ഉണ്ട്, ഒരു ശക്തനായ ഒരാൾ. ആ കിങ് കോബ്ര ആരാണെന്ന് കണ്ടെത്താനാണ് നമ്മൾ നടക്കുന്നത്. പക്ഷേ നമ്മളെ കൊണ്ടത് സാധിച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ അടുത്ത് വരെ നമ്മൾ എത്തി നന്ദു എന്ന് പറയുമ്പോൾ നന്ദു പറയാം, അവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട്, നന്ദു നിൻ്റെ ജീവനൊക്കെ തന്നെ ഭീഷണിയാണ് എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയാം അനിയോട്, നിങ്ങൾ എന്തിനാ ഈ സമയത്ത് രണ്ടുപേരും കൂടെ ഒന്നിച്ച് വീട്ടിൽ നുണ പറഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങാനായിട്ട് പോയത്? അതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ അനി പറയാം, അതെന്താ ആദർശമായിട്ട് അങ്ങനെ പറഞ്ഞത്? എനിക്ക് നന്ദുവിനും കൂടെ ഒന്ന് കഴിച്ച് കാണുമോ, സംസാരിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നന്ദു എന്തായാലും എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധ വെക്കണം, നന്ദുവിൻ്റെ ജീവന് തന്നെ ഭീഷണിയുണ്ട്, ആരൊക്കെയോ വലിയ ശത്രുക്കൾ നന്ദുവിൻ്റെ പിറകിലും ഉണ്ടെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നന്ദുവിനെ അവർ രക്ഷിച്ച് കൊണ്ടുവരുവാണ്. അപ്പോൾ ഈ വിവരം അറിഞ്ഞു കഴിയുമ്പോഴേക്കും കനകയും ഗോവിന്ദനും ഒക്കെ അങ്ങ് കനക പൊട്ടിക്കരയാണ് കേട്ടോ. കനക പറയും, എന്ത് നന്ദുക്കുട്ടിന് എന്ത് പറ്റി, ആരാ നന്ദുവിനെ പിടിച്ചോണ്ട് പോയത്, എന്താ ഇവിടെ സംഭവിച്ചത്, അവൾ പോലീസ് ക്ലബിലേക്കെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടുന്ന് പോയത്, എന്നിട്ടിപ്പോൾ ഇതെന്താ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് കനക അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലാണ്. അതേ സമയത്ത് നന്ദു വീട്ടിലേക്ക് വരുവാണ്. നന്ദുവിന് പരിക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കനകൊക്കെ നെഞ്ചത്തടിച്ച് കരയുകയാണേ. അപ്പോൾ കനക ചോദിക്കുന്നുണ്ട്, എൻ്റെ നന്ദുക്കുട്ടാ നീ എന്തിനാ അങ്ങോട്ട് പോയത്? നീ പോലീസ് ക്ലബ്ബിൽ പോവാണ്, പരിപാടിയുണ്ടെന്ന് പറഞ്ഞിട്ട് നീ അനിയുടെ കൂടെ കറങ്ങാൻ പോയിരിക്കുകയായിരുന്നോ? വെറുതെയല്ല ആ അവന്തിക അവൾ വിളിച്ച് എന്നോട് ചോദിച്ചത് അനിയും നന്ദു തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടോയെന്നും അവർ പരസ്പരം കാണാറുണ്ടെന്നും കറങ്ങി നടക്കാറുണ്ടോ എന്നും ആ കുട്ടി പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ നന്ദു ചോദിക്കുക, ആരാ? അവന്തികയോ? അവന്തിക അമ്മയെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുക. അതെ, നീ ഇവിടുന്ന് പോയ ഉടനെ തന്നെ അവന്തിക എന്നെ വിളിച്ചിരുന്നു. വിളിച്ചിട്ട് എങ്ങോട്ടാണ് നന്ദു പോയത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പോലീസ് ക്ലബ്ബിൽ എന്തോ പരിപാടിക്ക് പോയതാണെന്ന്. ഈ വിവരം വല്ലതും ഞാൻ അറിഞ്ഞോ? ആ കുട്ടി പറഞ്ഞു, അങ്ങനെയല്ല, അനിയെ കാണാനല്ലേ നന്ദു പോയതെന്ന് എന്നോട് എടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, അവർ തമ്മിലിപ്പം അങ്ങനെ ഒരു ബന്ധങ്ങളും ഇല്ലയെന്ന് ഞാൻ പറയുകയും ചെയ്തു. പിന്നെ അവൾ എന്തെങ്കിലും ചോദിച്ചോ അമ്മയോട് എന്ന് നന്ദു ചോദിക്കുക. അപ്പോഴേക്കും കനക പറയുന്നുണ്ട്, അല്ല പിന്നെ ചോദിച്ചു, അനിയും നന്ദുവും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്നും അവർ പരസ്പരം കാണാറുണ്ടെന്നും അനിയെ ആ കുട്ടി വിവാഹം കഴിക്കാൻ ഇരിക്കുകയാണെന്ന്. അപ്പം ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അത് ആ കുട്ടിയുടെ മനസ്സിൽ നിൽക്കുമെന്നും അവരുടെ ജീവിതത്തെ അത് ബാധിക്കുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം നന്ദു പറയാ, ആഹാ, അപ്പോൾ അവളും അമ്മയെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ എവിടെയാ പോയെന്ന് അവളും എവിടെയോ പോയി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? അതെന്തെങ്കിലും ആകട്ടെ, നീ എന്തിനാ ഇപ്പം അനിയുടെ കൂടെ പോയത്? നീ എന്തിനാ ഇങ്ങനെ നുണ പറയുന്നത്? കുടുംബത്തെ കുട്ടിച്ചോറാക്കാൻ നടക്കുകയാണോ? അപ്പോൾ നന്ദു പറയാം, അമ്മയ്ക്കിപ്പം ഞാൻ അനിയുടെ കൂടെ പോയതാണോ പ്രശ്നം, അതോ എന്നെ ആളുകൾ തട്ടിക്കൊണ്ട് പോയി കൊല്ലാൻ ശ്രമിച്ചതാണോ? മരിക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക, എന്നിട്ടും വന്നപ്പം ഇങ്ങനെ തലനാരിഴക എഴുതി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ എന്നും പറഞ്ഞ് നന്ദു ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ ആദർശ് കനകയോട് പറയാം, അമ്മ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നന്ദുവിനോട് ചോദിക്കണ്ട. അത് ഇപ്പോൾ ഒരു വലിയ സംഭവം ഉണ്ടായത്. നന്ദുവിന് ചുറ്റും ശത്രുക്കളുണ്ട്. ആ ജ്വല്ലറിയിലെ സ്വർണം റെയ്ഡ് ചെയ്ത് പിടിക്കുകയും ആ ഡേവിഡിനെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തതുകൊണ്ട് നന്ദുവിനോട് ഒരുപാട് പേർക്ക് ശത്രുതയുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ ചെയ്തതായിരിക്കും നന്ദുവിനെ. അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാ. ഞങ്ങൾ കറക്റ്റ് സമയത്ത് ചെന്നതുകൊണ്ട് മാത്രമാണ് നന്ദു രക്ഷപ്പെട്ടത് എന്ന് പറയാനും. അപ്പം ഈ വിവരം നയനെ അറിഞ്ഞു കഴിയുമ്പോൾ നയനെ ആദർശനോട് ഭയങ്കര ടെൻഷനോട് കൂടി പറയാണ്, നന്ദുവിന് ഇത്രയും ശത്രുക്കളുണ്ടോ? അപ്പോൾ ഈ ജ്വല്ലറിക്കാർ ചില്ലറക്കാരൊന്നും അല്ല. ആ ഡേവിഡിനെ അറസ്റ്റ് ചെയ്തിട്ടും വേറെ ആരോ അതിൻ്റെ പിറകിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുമ്പം ആദർശ് പറയാ, ശരിയാ, നമ്മൾ അതിലേക്കൊക്കെ അങ്ങ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇത്രയധികം മൂർത്തീസ് ജ്വല്ലറിയോടും അതുപോലെ തന്നെ അനന്തപുരിയോടും ഒക്കെ ശത്രുതയുള്ള ആ വ്യക്തിയെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയാം. അതേസമയം നവ്യ ഇങ്ങനെ മനസ്സിലാലോചിക്കുക, നന്ദു രക്ഷപ്പെട്ടു എന്നിങ്ങനെ അറിയുകയാണ്. വിവരങ്ങളൊക്കെ അനന്തപുരിയിൽ അറിഞ്ഞു കഴിയുമ്പോഴേക്കും നവ്യ മനസ്സിലിങ്ങനെ ആലോചിക്കുക, നന്ദുവിനെ കൊല്ലാൻ ശ്രമിച്ചത് ജ്വല്ലറിക്കാരാണ്. അഭിയും അതിന് കൂട്ടുനിന്നു. അവൻ പറയുന്നത് കേട്ടതുകൊണ്ട് മാത്രമാണ് നന്ദു ഇന്ന് രക്ഷപ്പെട്ടത്. പിന്നെ ആ അവന്തിക, അവളും ചില്ലറക്കാരിയൊന്നുമല്ല. അവൾ അനിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് അവൻ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. അനിയെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി അവന്തികയ്ക്കും ഉണ്ട്. ഒരു പക്ഷേ അനിയെ നന്ദു വിവാഹം കഴിച്ചാലോ എന്ന് ആലോചിച്ചിട്ടായിരിക്കും ചിലപ്പം നന്ദുവിനെ അപായപ്പെടുത്താനായിട്ട് അബിയും അവന്തികയും ഒക്കെ ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ ജ്വല്ലറിക്കാർ എന്തിനായിരിക്കും അബിയെ സപ്പോർട്ട് ചെയ്തത്? അല്ല, ജ്വല്ലറിയും അബിയും തമ്മിൽ എന്തായിരിക്കും ബന്ധം? ഞാൻ അവിടുത്തെ മോഡലായതുകൊണ്ട് മാത്രമൊന്നുമല്ല അവർ അബിയെ അവിടെ ജോലിക്കായിട്ട് എടുത്തത്. പക്ഷേ വേറെന്തോ കണക്ഷനുണ്ട്. ഡേവിഡ് വരെ അബിയെ സാറേ എന്ന് വിളിക്കുമ്പം അതിൻ്റെ അകത്ത് എന്തോ കളിയില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ജ്വല്ലറിയിൽ ഡേവിഡിന് പിറകിൽ ആരോ ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. ആദർശേട്ടനൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി, ആ കിങ് കോബ്ര, അയാളും അബിയും തമ്മിൽ നല്ല രീതിയിലൊരു ബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവന്തികയുമായിട്ടും ആ ബന്ധം ഉണ്ടായിരിക്കണം.
അതുകൊണ്ടായിരിക്കണമല്ലോ നന്ദുവിനെ കൊല്ലാനായിട്ട് അവർ ശ്രമിച്ചത്. അല്ലാതെ നന്ദുവിനോട് ഇത്രയധികം ശത്രുത വരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക. എന്നിട്ട് വിചാരിക്കുകയാണ് നവ്യ, എന്തായാലും ഇതിൻ്റെ പുറകിലുള്ള ആളെ ഉടനെ തന്നെ കണ്ടെത്തണം. ഇല്ലെങ്കിൽ നന്ദുവിൻ്റെ ജീവനും ആപത്താണ്, അതുപോലെ മറ്റു പലരുടെയും ജീവൻ ആപത്താണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ അവന്തിക ശരിക്കും അനിയെ സ്നേഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയും അനിയുടെ ജീവിതം വെച്ച് പന്താടാൻ പറ്റില്ല. അതുകൊണ്ട് അവന്തികയുടെ തനി സ്വഭാവം എന്താണെന്നുള്ളത് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ നവ്യ. അങ്ങനെ നവ്യ ഇതിനായിട്ടൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് നടക്കുകയാണ്. നന്ദു രക്ഷപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും അബി ഇങ്ങനെ വന്നു കഴിയുമ്പം നവ്യ ഒന്നും അറിയാത്ത ഭാവത്തിന് അബിയുടെ മുമ്പിൽ അഭിനയിക്കുകയാണ്. എന്നിട്ട് അബിയോട് ചോദിക്കുകയാണ്, അബി നീ കൂടിയിട്ടാണോ നന്ദുവിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്? അല്ല, അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ആദർശേട്ടനൊക്കെ, നിങ്ങൾ അവളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ അബി പറയുക, കൊല്ലാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം ഒന്നും ശ്രമിച്ചിട്ടില്ല. അവൾ എൻ്റെ ശത്രു തന്നെയാണ്. നിനക്കറിയാലോ, എന്നെ ജയിലിലിട്ട് തല്ലി ചതച്ചല്ലേ അവള്. അന്ന് നീ വന്ന് അവളുടെ കാല് പിടിച്ചിട്ട് പോലും അവൾ എന്നെ ജാമ്യത്തിൽ വിട്ടയച്ചോ? ഇല്ലല്ലോ. ആ ശത്രുത ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ ഇതിപ്പം എൻ്റെ ശത്രുതയൊന്നും അല്ല. AM ജ്വല്ലറിയിലെ MD ഡേവിഡിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ, അതുപോലെ കോടിക്കണക്കിന് രൂപയുടെ കള്ളസ്വർണ്ണം അവിടുന്ന് പിടിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ AM ജ്വല്ലറിക്കാർ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവർ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ എനിക്കും പറ്റില്ല. കാരണം ഞാനിപ്പോൾ അവിടുത്തെ ചോറാണ് ഉണ്ണുന്നത്, നീയും അവിടുത്തെ ചോറ് തന്നെയല്ലേ കഴിക്കുന്നത്. ഇനിയിപ്പം നിനക്ക് അനിയത്തിയോട് സ്നേഹം കൂടുതൽ വരുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയുന്നുണ്ട്, എന്നാലും അവളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതിനെനിക്ക് ഇത്തിരി വിഷമമുണ്ട് അബി എന്ന് പറയാം. നീ ഈ കാര്യം ഇനി എല്ലാവരോടും കൂട്ടിക്കോഷിക്കാൻ നിൽക്കണ്ട. ഇവിടെ ഇപ്പോൾ അവർക്കൊരബദ്ധം പറ്റി, പക്ഷെ അവരിനി ഇത് പ്രാവർത്തികമാക്കും എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതുകൊണ്ട് കൊത്തിഘോഷിക്കാനും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാനും ഒന്നും പോകണ്ട. മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയാം, ശരി, നീ പറയുന്നത് തന്നെയാണ് എനിക്ക് വലുത്. കാരണം ഞാൻ അതുപോലെ അവരുടെയൊക്കെ മുമ്പിൽ നാണം കെട്ടിട്ടുണ്ട്, കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അബി, നീ ചെയ്യുന്നത് തന്നെയാണ് ശരി, അതിന് ഞാൻ കൂട്ട് നിൽക്കുകയും ചെയ്യും എന്ന് നവ്യ അഭിനയിച്ചങ്ങ് തകർത്ത് പറയുകയാണ്. അബി അത് വിശ്വസിക്കുക. എന്നിട്ട് അബിയോടായിട്ട് നവ്യ ചോദിക്കുകയാണ്, ഈ ഡേവിഡ് ജയിലിൽ കിടക്കുകയല്ലേ, എന്നിട്ട് പിന്നെയും നന്ദുവിനെ ഇപ്പം ഇങ്ങനെ പിടിച്ചോണ്ട് പോകാനും കൊല്ലാൻ ശ്രമിക്കാനും ഒക്കെ ഗുണ്ടകളെ വിടാനും ഒക്കെ ആരാ ഇരിക്കുന്നത്? ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇപ്പോൾ ആരാ പ്രവർത്തിക്കുന്നത് അബി എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, അതിൻ്റെയൊക്കെ പിന്നിൽ ആരെങ്കിലും കാണുമെന്ന് നീ അങ്ങ് വിചാരിച്ചോ? ഡേവിഡ് മാത്രമല്ല AM ജ്വല്ലറിക്ക് പിന്നിലുള്ളത്. അതിലും തലപ്പത്തിരിക്കുന്ന ആൾക്കാരും തലക്കനുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് ഇവിടെ. അവരൊക്കെ കൂടെ കാര്യങ്ങൾ അങ്ങ് നടപ്പിലാക്കും, അത്രേ ഉള്ളൂ. ഡേവിഡ് ഒരു ബിനാമി മാത്രമാ, അത് നീ മനസ്സിലാക്കിക്കോ നവ്യ എന്ന് പറയാം. അപ്പം നവ്യ ചോദിക്കുക, എന്താ അബി നീ പറഞ്ഞത്? ഡേവിഡ് AM ജ്വല്ലറിയിലെ ഒരു ബിനാമി മാത്രമാണെന്നോ? അപ്പോൾ AM ജ്വല്ലറിയുടെ യഥാർത്ഥ MD വേറെ ആളാണെന്നാണോ നീ പറയുന്നത്? അപ്പോൾ അബി പറയാം, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. AM ജ്വല്ലറിയുടെ MD ഡേവിഡ് തന്നെയാണ്. പക്ഷേ ആരെങ്കിലുമൊക്കെ ഡേവിഡിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ കാണും. അങ്ങനെയൊക്കെയാണ് ബിസിനസ് രംഗത്ത്. അത്രയൊക്കെ നീ മനസ്സിലാക്കിയാൽ മതി. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ നിന്റെ അനിയത്തിക്ക് അധികം ആയുസൊന്നും ഉണ്ടാവുകയില്ല. അവളങ്ങ് അഭിനയിച്ച് തകർക്കല്ലേ. ഇപ്പോഴും അനിയുടെ പിറകെ അവൾ കറങ്ങി നടക്കുകയായിരുന്നു. അക്കാര്യം നീ അറിഞ്ഞോ? അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹം വീട്ടിലെല്ലാവരും കൂടി ഉറപ്പിച്ച് വെച്ചിട്ടും അനി നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയായിരുന്നു എന്ന് പറയുമ്പം ഉടനെ നവ്യ പറയാം, നന്ദുവിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ ബന്ധമൊന്നും നടക്കില്ല എന്ന്. എന്നിട്ടും പിന്നെ അവൾ എന്തിനാ അനിയുടെ പുറകെ നടക്കുന്നതെന്നുള്ള കാര്യം മാത്രം അറിയില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ല, അവൾക്കത് കിട്ടേണ്ടത് തന്നെയാണ് എന്ന് പറയാണ്. എന്നിട്ട് നവ്യ ചോദിക്കുക അബിയോട്, അബി, എന്നാലും ആ കൃത്യസമയത്ത് ആദർശേട്ടനെയൊക്കെ ഈ വിവരം അറിയിച്ച് പോലീസിനെയും കൂട്ടി അവിടെ ചെല്ലാൻ ആരാ ഹെൽപ്പ് ചെയ്തത്? ഈ വിവരങ്ങളൊക്കെ എവിടെയെങ്കിലും ചോർന്നു പോകുന്നുണ്ടോ അബി എന്ന് ചോദിക്കുക. അബി പറയുന്നുണ്ട്, അങ്ങനെ ഈ വിവരങ്ങളൊന്നും ചോർന്നു പോകുന്നില്ല, എവിടുന്നോ എങ്ങനെയോ കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ എങ്ങനെയെങ്കിലും ചോർന്നിട്ടുണ്ടെങ്കിൽ അത് ചോർത്തുന്ന ആരായാലും അയാളെ അങ്ങ് വക വരുത്തും ഞങ്ങൾ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ നവ്യ പറയാം, നീ ഇപ്പം ജ്വല്ലറിക്കാരുടെ കൂടി താൻ ഈ ഗുണ്ടകളെ പോലെ തന്നെ പെരുമാറുന്നത്, സംസാരിക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ മതിയോ എന്ന് ചോദിക്കുക. അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ഞാനിപ്പോഴേ അവിടെ ഒന്ന് കരകയറി വരുന്നതേ ഉള്ളൂ. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഈ അബി തീരുമാനിച്ചിരിക്കുന്നത്. എന്താ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. നവ്യ പറയുന്നുണ്ട്, അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഞാനെപ്പോഴും നിനക്ക് തന്നെ സപ്പോർട്ടായിരിക്കും എന്ന് പറയാണേ. എന്നിട്ട് നവ്യയുടെ മനസ്സിൽ വീണ്ടും ഉണ്ട്, ഇതിൽ എന്തൊക്കെയോ തകരാറുകളുണ്ടല്ലോ എന്നുള്ള കാര്യം, ആരൊക്കെയോ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ എന്ന് നവ്യയ്ക്ക് നന്നായിട്ട് അറിയാം. അതെങ്ങനെയെങ്കിലും അബിയുടെ വായിന്ന് തന്നെ അറിയാൻ വേണ്ടിയിട്ട് നവ്യ പുറകെ നടക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ അനി തിരിച്ചു വരും. അനി നല്ല ദേഷ്യത്തിൽ തന്നെ തിരിച്ചു വന്ന് കയറുമ്പോൾ തന്നെ ജാനകി മുന്നോട്ട് വന്ന് ചാടുക അനിയുടെ. എന്നിട്ട് ജാനകി ചോദിക്കാം,
എടാ, നീ ഇന്നും ആ നന്ദുവിൻ്റെ ഒപ്പം കറങ്ങാൻ പോയതല്ലേ? അവളെ ആരൊക്കെ കൂടി തട്ടിക്കൊണ്ട് പോയെന്നും കൊല്ലാൻ നോക്കിയെന്നും ഒക്കെ കേട്ടു. ആദർശും പോലീസുകാരും ഒക്കെ ചെന്ന് തക്ക സമയത്ത് അവളെ രക്ഷിച്ചുകൊണ്ട് വന്നു എന്നും അറിഞ്ഞു. നീ അവളുമായിട്ട് പോയിരിക്കുകയായിരുന്നു. എന്നിട്ട് വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവളുടെ പുറകെ ഇറങ്ങി നടക്കുകയാണല്ലേ വീണ്ടും. ഇത് പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടില്ലേ അവളുമായിട്ട് നടക്കരുത്, അങ്ങനെ ഒരു ബന്ധം ഈ കുടുംബത്തിൽ പറ്റില്ല എന്നുള്ള കാര്യം. നിന്റെയും അവന്തിക മോളുടെയും തമ്മിലുള്ള വിവാഹം ഇവിടെ എല്ലാവരും ചേർന്ന് ഉറപ്പിച്ചു വച്ചിരിക്കുകയല്ലേ? അപ്പം അനി ചോദിക്കുക, അതൊക്കെ ഉറപ്പിച്ചു വയ്ക്കാൻ നിങ്ങളൊക്കെ ആരാ? എന്തിനാ? ഞാൻ അന്നേ പറഞ്ഞല്ലേ അവന്തികയെ ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടേയില്ല, ഒരു സഹോദരിയെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന്. അങ്ങനെയുള്ള അവന്തികയുമായിട്ട് എൻ്റെ വിവാഹം ഉറപ്പിക്കാൻ നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞത്? അല്ല, എൻ്റെ ജീവിതം ഇട്ട് ഇങ്ങനെ വട്ടം ചുറ്റിക്കാൻ നിങ്ങൾക്കൊക്കെ അധികാരമുണ്ടോ? അല്ല, ഒന്ന് അനാമികയുമായിട്ടുള്ളത് നിങ്ങളെല്ലാവരും കൂടെ ഉറപ്പിച്ചതാണല്ലോ. എന്നിട്ടിപ്പോൾ അതെന്തിയെ? ഇനിയിപ്പം അവന്തികയുമായിട്ട് ഞാൻ തീർത്ത് പറഞ്ഞു. ഒരു പ്രാവശ്യം ഞാൻ ചൂടുവെള്ളത്തിൽ ചാടിയതാ, ഇനിയിപ്പോൾ എനിക്ക് പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അപ്പോൾ ജാനകി പറയോ, ഓ, പച്ചവെള്ളം കണ്ടാലും നീ പേടിക്കുന്നതുകൊണ്ടായിരിക്കും ആ നന്ദുവിൻ്റെ പുറകെ പിന്നെ ഇങ്ങനെ നടക്കുന്നത്. അത് എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നടക്കാൻ പോകുന്നില്ലടാ. അപ്പോഴേക്കും ഉടനെ അനി പറയാ, ഓ ആയിക്കോട്ടെ, നടക്കണ്ട, ഇനിയിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അനി അങ്ങ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും അവന്തിക അനിയുടെ റൂമിലേക്ക് ചെല്ലുക. നല്ല ദേഷ്യത്തിൽ തന്നെ അവന്തിക ചെന്നിട്ട് ചോദിക്കുക, അനിയേട്ടൻ എന്നോട് കള്ളം പറഞ്ഞിട്ടാണല്ലേ പോയത്? നന്ദുവിനൊപ്പം പോയതാണല്ലേ? എന്നിട്ട് എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞത് നന്ദുവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നാണല്ലോ. നമ്മുടെ വിവാഹം ഇവിടെ എല്ലാവരും ചേർന്ന് ഉറപ്പിച്ചിരിക്കുന്ന അനിയേട്ടൻ അറിയില്ലേ? പിന്നെയും എന്തിനാ ഇങ്ങനെയൊക്കെ നടക്കുന്നേ? അപ്പോഴേക്കും അനി ചോദിക്കുമോ, ആരെ വിവാഹം ഉറപ്പിച്ചെന്ന്? അവന്തികെ, ഞാൻ നിന്നോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതാ, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഇതിനു മുമ്പൊന്നും നീ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടേ ഇല്ലല്ലോ ഇവിടെ. ഇപ്പോൾ ഞാൻ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയപ്പോൾ നിനക്ക് എന്നെ വിവാഹം കഴിക്കണം അല്ലേ? നീ ആ നവീനുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടി നടക്കല്ലായിരുന്നോ? അവൻ വിവാഹം കഴിക്കാതെ വന്നപ്പം അവനേക്കാളും സ്വത്തും പണവും ഉള്ള ഒരാളെ വിവാഹം കഴിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടല്ലേ നീ എന്നെ വിവാഹം കഴിക്കാൻ വന്നത്? അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവന്തികയുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് നുള്ളിക്കളഞ്ഞേരെ, അത് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അനിയേട്ടന് നന്ദുവിൻ്റെ പുറകെ നടക്കാല്ലേ? അതുകൊണ്ട് അവളുടെ പുറകെയായിരുന്നു നിന്നല്ലേ? ചുമ്മാ അതല്ല അവളെ ആരോ തട്ടിക്കൊണ്ട് പോകാൻ പോയത്, അവളെ കൊല്ലാൻ പോയെന്നല്ലേ കേട്ടത്? അവളെ അങ്ങ് കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു, കുറച്ച് സമാധാനം കിട്ടിയേനെ എന്ന് പറയാ. അപ്പോൾ അനി ഒറ്റ അടി കൊടുക്കുകയാണ് കേട്ടോ അവന്തികയ്ക്കിട്ട്. അന്നേരം അവന്തിക പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പോവുകയാണ്. അവന്തികയ്ക്ക് നല്ല ദേഷ്യമായി. ഉടനെ തന്നെ പോയിട്ട് അവന്തിക റൂമിൽ ചെന്ന് അച്ഛനെ വിളിക്കുക. അച്ഛനെ വിളിച്ച് നാഗേന്ദ്രയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോവാണ്. അങ്ങനെ നാഗേന്ദ്രയെ വിളിക്കാനായിട്ട് പോകുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ നവ്യ ഉണ്ട് കേട്ടോ. നവ്യ ആ പുറകെ റൂമിലേക്ക് ചെല്ലുമ്പം അവിടെ ചെന്ന് നാഗേന്ദ്രയെ വിളിക്കുകയാണ് നമ്മുടെ അവന്തിക. എന്നിട്ട് അവന്തിക പറയുന്നുണ്ട് നാഗേന്ദ്രയോട്, അതെ അച്ഛാ, ദേ അനി എന്നെ തല്ലി എന്ന് പറയാണ്. അപ്പം ഇത് കേൾക്കുമ്പം അച്ഛ എന്നുള്ള വിളി ഒക്കെ കേൾക്കുന്നുണ്ട് നവ്യ. അപ്പം അച്ഛ, അപ്പം അതാരായിരിക്കും, ആരോടായിരിക്കും ഇതൊക്കെ പറയുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും നവ്യ അതെല്ലാം വീഡിയോ എടുക്കുകയാണ്. വീഡിയോ എടുത്തിട്ട് ആ പറയുന്ന ആളോട് അവന്തിക പറയാണ്, അനി എന്നെ തല്ലി, അനിയേട്ടനെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചൊന്നുമല്ല, പക്ഷെ നിങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഒരു മോഹം എൻ്റെ മനസ്സിൽ തന്നു. പക്ഷേ അയാളുടെ കൂടെ ജീവിക്കണമെന്നൊന്നും എനിക്കിപ്പോൾ ഇല്ല. ചുമ്മാ അതല്ല ആ അനാമിക ഇട്ടിട്ട് പോയത്. ഇപ്പം മാത്രം ഞാൻ എന്തുകൊണ്ടാണ് വിവാഹത്തിന് ഒരുങ്ങിയെന്നറിയാവോ? ആ നവീൻ എന്നോട് വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അയാളെക്കാളും നല്ലൊരുത്തനെ, അയാളെക്കാളും കൂടുതൽ സമ്പത്തുള്ള ഒരുത്തനെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അനിയേട്ടൻ ഈ മൂർത്തീസ് ജ്വല്ലറിയിലെ MD ആണല്ലോ, ആ MD കസേരയിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ വിവാഹം കഴിക്കാമെന്ന് വിചാരിച്ചത്. അല്ലാതെ ഒരു രണ്ടാം കെട്ടുകാരനെയൊന്നും വിവാഹം കഴിക്കേണ്ട കാര്യം എനിക്കില്ല. അതുമാത്രവുമല്ല, ഇപ്പോഴും അങ്ങേട്ടൻ ആ നന്ദുവിൻ്റെ പുറകെ നടക്കുക. അങ്ങനെ ഒരാളെ വിവാഹം കഴിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല, പിന്നെ പണവും സ്വത്തും നമ്മുടെ കയ്യിലാകുമല്ലോ എന്ന് മാത്രം ഓർത്തിട്ടാണ് ഞാനത് ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ അയാളുടെ പുറകെ ഒന്നും ഞാൻ നടക്കാൻ പോകുന്നില്ല. വേറെ അതിലും നല്ല ആമ്പിള്ളേരെ എനിക്ക് കിട്ടും. പിന്നെ ഇപ്പം എനിക്കതൊരു വാശി തന്നെയാണ്. എൻ്റെ കരണത്ത് അയാൾ അടിച്ചു, അതുകൊണ്ട് ഇനിയിപ്പോൾ അയാൾ നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. അവളെ കൊന്നൊടുക്കണം. അവളെ കൊന്നൊടുക്കിയിട്ട് വേണം എനിക്ക് വിവാഹം കഴിക്കാൻ അനിയേട്ടനെ. എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് ജയിക്കണം. എന്നെ അയാൾ തോപ്പിക്കാൻ ശ്രമിക്കല്ലേ? എന്നോട് നേരിട്ട് പറഞ്ഞു വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെയുള്ള അയാൾ ആ നന്ദുവിനെ വിവാഹം കഴിക്കുന്ന എനിക്കൊന്ന് കാണണം. അതുകൊണ്ട് മാത്രം അയാളെ ഞാൻ വിവാഹം കഴിക്കും. വിവാഹം കഴിച്ചും വലയ്ക്കും. ആ സ്വത്തുക്കളൊക്കെ കയ്യിലായി കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാം. അപ്പം നാഗേന്ദ്രയെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്, മോളെ, ആ നന്ദു ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് തെറിച്ചു പോയി, പക്ഷേ ഇനിയും നമുക്ക് അവസരം കിട്ടും. അവളെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും. അനിയെ നീ തന്നെ വിവാഹം കഴിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അനന്തപുരിയിലെ സ്വത്തുക്കൾ മുഴുവൻ നമ്മുടെ കയ്യിൽ വരുള്ളൂ. ആ അനന്തമൂർത്തിയെക്കാളും തലയെടുപ്പോട് കൂടി നിങ്ങളുടെ വിവാഹത്തിന് എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവിടെയുള്ളവരെല്ലാവരും ഈ വിവാഹ നിശ്ചയത്തിലേക്ക് കടക്കും. ആ വിവാഹ നിശ്ചയത്തിന് എനിക്കെത്താൻ പറ്റിയില്ലേലും നിന്റെ വിവാഹ നിശ്ചയം നടക്കും മോളെ എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും നവ്യ വീഡിയോ എടുത്ത് കൈ വെച്ചിരിക്കുക. അതിനുശേഷം നവ്യ മനസ്സിലോർക്കുക, ഇത് അനിയെ കാണിക്കണം, അനിയോട് പറയണം, ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന്.
അങ്ങനെ അനിയെ വിളിച്ച് സംസാരിക്കുകയാണ് കേട്ടോ നമ്മുടെ നവ്യ. എന്നിട്ട് അനിയെ ഈ വീഡിയോ കാണിക്കുമ്പോൾ അനി ഞെട്ടിപ്പോവുക. ഇവളുടെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലോ എന്ന് പറയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഒരിക്കലും ഈ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ല, ഈ വിവാഹവും നടക്കാൻ പാടില്ല, ഇതെല്ലാവരെയും ഞാൻ അറിയിക്കാൻ പോവാണെന്ന് പറഞ്ഞ നവ്യ ചെന്നിട്ട് ജാനകിയെയും ദേവയാനിയും എല്ലാവരെയും ഈ വീഡിയോ കാണിക്കുകയാണ്. ഇതാണ് ഇവളുടെ മനസ്സിലിരിപ്പ്. ഇവളിവിടെ നല്ല കുഞ്ഞ് കളിച്ച് നിൽക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇവക്ക് ഇവിടുത്തെ സ്വത്തിലും പണത്തിലും തന്നെയാണ്. അതെങ്ങനെയാ ഇവളുടെ അമ്മയുടെയും ആങ്ങളുടെയും സ്വഭാവമല്ലേ ഇവക്ക് വരുള്ളൂ എന്ന് ചോദിക്കുകയാണ് നവ്യ. അപ്പം ജാനകി ചോദിക്കുന്നുണ്ട്, അവന്തികെ, ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പ്? എൻ്റെ മോനെ വീണ്ടും പൊട്ടം കളിപ്പിക്കാനാണോ നീ നോക്കിയത്? നീ അനിയെ വിവാഹം കഴിക്കാൻ യഥാർത്ഥത്തിൽ സ്നേഹിച്ചത് കൊണ്ടല്ല, ഈ മൂർത്തി ജ്വല്ലറിയുടെ MD ആയതുകൊണ്ടാണല്ലേ? അതുപോലെ അനന്തപുരിയിലെ സ്വത്തുക്കൾ അനിയുടെ വീതം കൂടി കൈയടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണല്ലേ? ഇതായിരുന്നല്ലേ അപ്പം നിന്റെ മനസ്സിലിരിപ്പ്? ഒരിക്കലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല എന്ന് ജാനകി പറയാം. ദേവയാനി നല്ലതായിട്ട് പൊരിക്കുന്നുണ്ട് കേട്ടോ അവന്തിക്ക് അങ്ങ് ചൂഴ്ന്ന് പോകും. എല്ലാവരുടെയും മുമ്പിൽ നിന്ന് അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. നല്ല അടിപൊളി എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. കുറച്ചൊക്കെ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നാലും ഇതുപോലൊക്കെ തന്നെയായിരിക്കും എപ്പിസോഡുകൾ വരാനിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്